Hello all. Today we'll deal with a brief introduction to the Laplace transform. This actually comes under the third module of KTU EC 202 Signals and Systems syllabus. So the topics that will be covered in today's session will be a brief introduction to the Laplace transform. What is Laplace transform? And the details about unilateral and bilateral Laplace transform. That is two-sided Laplace transform and one-sided Laplace transform. So let's move on to the topic. Till now we have studied the details about Fourier transform, that is CTFT. CTFT mainly used the use of complex sinusoidal signals for its evaluation. അപ്പോൾ അതിലുണ്ടായിരുന്ന ചില ഡ്രോബാക്കുകൾ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്രഞ്ച് മാത്തമാറ്റീഷ്യൻ, ദാറ്റ് ഇസ് മാർക്വിസ് പിയറി സൈമൺ ഡി ലാപ്ലേസ്, അദ്ദേഹം കണ്ടുപിടിച്ച ഒരു ന്യൂ ട്രാൻസ്ഫോം ടെക്നിക്കാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. അതായത് CTFT എന്ന് പറയുന്നത് ഒരു പവർഫുൾ ടൂളാണ് ഫോർ ദി അനാലിസിസ് ഓഫ് കണ്ടിന്യൂസ് ടൈം സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ്. പക്ഷേ ചില സിഗ്നലുകൾക്ക് CTFT ഉണ്ടാവില്ല. നമ്മൾ CTFT പഠിക്കുമ്പോൾ ഡിറിച്ലെറ്റ്സ് കണ്ടീഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ചില സിഗ്നലുകൾ അനലൈസ് ചെയ്യുമ്പോൾ അവർ കൺവേർജ് ചെയ്യില്ല, അതായത് ദേ ആർ നോട്ട് അബ്സല്യൂട്ട്ലി ഇന്റഗ്രബിൾ. So Laplace transform will provide a broader characterization of continuous time LTI systems and their interaction with signals than is possible with the Fourier methods. Fourierൽ പറ്റാത്ത ചില സിഗ്നൽസിന് ലാപ്ലേസ് വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും ഇൻ ദ ഫ്രീക്വൻസി ഡൊമൈൻ. ബേസിക്കലി ട്രാൻസ്ഫോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഡൊമൈനിലേക്കുള്ള കൺവേർഷനാണ്. CTFTയിലാണെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ടൈം സിഗ്നൽസിനെ ടൈം ഡൊമൈനിൽ നിന്ന് ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ പറ്റാത്ത ചില സിഗ്നൽസ്, അല്ലെങ്കിൽ അതിൽ നമുക്ക് ഫൊറിയർ കണ്ടെത്താൻ പറ്റാത്ത ചില സിഗ്നൽസിന് നമുക്ക് ലാപ്ലേസ് കണ്ടെത്താനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CTFTയിൽ നമ്മൾ സിഗ്നലുകളെ ലീനിയർ കോമ്പിനേഷൻ ഓഫ് കോംപ്ലക്സ് സിനുസോയിഡ്സ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്തിരുന്നത്. അതായത് അവിടെ നമുക്ക് e⁻j⍵t, e⁻−j⍵t എന്നുള്ള ടേംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് കൺവേർജൻസ് ഇഷ്യൂസ് ഉണ്ടാവാനുള്ള ചാൻസുകൾ കൂടുതലാണ്. പക്ഷെ ലാപ്ലേസ് വരുമ്പോൾ അവിടെ നമ്മൾ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ട്. അതായത് ലാപ്ലേസിലെ ഫ്രീക്വൻസി ഡൊമൈനിലേക്കുള്ള കൺവേർഷൻ നമ്മൾ ചെയ്യുന്നത് ബൈ എക്സ്പ്രസിങ് ഇറ്റ് ആസ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ സിഗ്നൽസ് ആണ് ഇൻസ്റ്റെഡ് ഓഫ് ലീനിയർ കോംപ്ലക്സ് സിനുസോയിഡ്സ്. CTFTയിൽ it was linear complex sinusoids. In the case of Laplace, we represent it by using complex exponential signals. അപ്പോൾ കോംപ്ലക്സ് സിനുസോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ കേസ് ഓഫ് കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽസ് ആണ്. അതുകൊണ്ട് തന്നെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഒരു ജനറൽ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് വെൻ കമ്പയർഡ് ടു ദി Fourier transform. Okay. Hence we can say that Laplace transform can describe the functions that the Fourier transform cannot describe. ഇപ്പം നമ്മൾ Fourier ട്രാൻസ്ഫോമിൽ കണ്ടെത്തിയിരുന്ന പോലെ തന്നെ ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ നമുക്ക് ഒരു സിസ്റ്റത്തിന്റെ റെസ്പോൺസ് കണ്ടെത്താനായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഒരു LTI സിസ്റ്റം, ഒരു ലീനിയർ ടൈം ഇൻവേരിയന്റ് സിസ്റ്റം നമ്മൾ റെപ്രസെന്റ് ചെയ്യുക ഇൻ ടേംസ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ്. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് വിൽ റിലേറ്റ് ഇറ്റ്സ് ഇൻപുട്ട് ആസ് വെൽ ആസ് ഔട്ട്പുട്ട് സിഗ്നൽസ്. അപ്പൊ ഇവരെ സോൾവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് ദി റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം ബൈ യൂസിങ് ദി ലാപ്ലേസ് ട്രാൻസ്ഫോം. CTFTയിൽ നമ്മൾ ചെയ്തിരുന്നു, അതേപോലത്തെ കൺസെപ്റ്റ് നമുക്ക് ഇവിടെ അപ്ലിക്കബിൾ ആവും. അതായത് ലാപ്ലേസ് ട്രാൻസ്ഫോം വെച്ചിട്ട് നമുക്ക് ഒരു സിസ്റ്റത്തിനെ അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന സ്റ്റെപ്പുകളാണ് നെക്സ്റ്റ് വേണ്ടത്. അതായത് ഇറ്റ് ഈസ് എ പവർഫുൾ മാത്തമാറ്റിക്കൽ ടൂൾ ദാറ്റ് ഈസ് യൂസ് ടു കൺവേർട്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ടു ഓൾജിബ്രായിക് ഇക്വേഷൻ. നമുക്കറിയാം ഒരു LTI സിസ്റ്റത്തിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് വെച്ചിട്ടാണ്. അപ്പോൾ അതിനെ നമുക്ക് ഓൾജിബ്രായിക് ഇക്വേഷൻസ് ആയിട്ട് ഇങ്ങനെ കുറച്ച് സ്റ്റെപ്സ് വെച്ചിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതായത് ആദ്യം തന്നെ നമ്മളൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കും. എന്നിട്ട് എന്തെങ്കിലും ഇനീഷ്യൽ കണ്ടീഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇൻസേർട്ട് ചെയ്യും. അതിന്റെ ഓൾജിബ്രായിക് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യും. അപ്പൊ നമുക്ക് എസ് ഡൊമൈനിൽ ഒരു സൊല്യൂഷൻ കിട്ടും. ലാപ്ലേസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക ഇൻ ടേംസ് ഓഫ് എസ് ഡൊമൈൻ ആണ്. എസ് എന്ന് വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. എക്സ് ഓഫ് ടി ലാപ്ലേസ് ട്രാൻസ്ഫോം വിൽ ഗിവ് യു എക്സ് ഓഫ് എസ്. അതായത് ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ഡൊമൈൻ ആണ്.
അത് കഴിഞ്ഞ് ഫൈനലി അതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് സൊല്യൂഷൻ ഇൻ ദി ടൈം ഡൊമൈൻ. സോ ദീസ് ആർ ദി മേജർ സ്റ്റെപ്സ്. ഇനി വിൽ മൂവ് ഓൺ ടു a small introduction or a small description about Laplace transform. Laplace transform of a time function x of t is defined as L of x of t is equal to x of s, which is given by integral over minus infinity to plus infinity x of t e raised to minus st dt. ഇതാണ് ഒരു ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ ജനറൽ ഇക്വേഷൻ. ഇതിൽ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് ഒരു ടൈം ഡൊമൈൻ ഫംഗ്ഷൻ ആണ്. എക്സ് ഓഫ് എസ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഡൊമൈനിൽ ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് എൽ ഓഫ് എക്സ് ഓഫ് ടി. ഇതിൽ എൽ എന്ന് പറയുന്നത് ലാപ്ലേസ് ഓപ്പറേറ്റർ ആണ്. ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. അപ്പോൾ ഇവിടെ എസ് എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് വേരിയബിൾ ആണ് ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു സിഗ്മ പ്ലസ് ജെ ഒമേഗ. ആൻഡ് ആസ് വി ടോൾഡ് എൽ എന്ന് പറയുന്നത് ഒരു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓപ്പറേറ്റർ ആണ് വിച്ച് ട്രാൻസ്ഫോംസ് ദി ടൈം of t into frequency domain function x of s. അപ്പോൾ നമ്മൾ ഫോറിയർ കണ്ടെത്തിയപ്പോൾ ഫോറിയറിന് വി ഹാഡ് ആൻ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം. സെയിം വേ ഫോർ ലാപ്ലേസ് ഓൾസോ വി വിൽ ഹാവ് എ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം. അതിൻ്റെ ഇക്വേഷൻ ആണ്. അതായത് ഇൻവേഴ്സ് കണ്ടെത്തുമ്പോൾ നമുക്ക് എക്സ് ഓഫ് ടി ആണ് കിട്ടുക. എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 1/2πj ഇന്റഗ്രൽ ഓവർ സിഗ്മ മൈനസ് ജെ ഇൻഫിനിറ്റി ടു സിഗ്മ പ്ലസ് ജെ ഇൻഫിനിറ്റി എക്സ് ഓഫ് എസ് ഇ റേസ് ടു എസ് ടി ഇൻറ്റു ഡി എസ്. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ കണ്ടെത്തുമ്പോൾ നമുക്ക് യൂസ് ചെയ്യുന്ന രണ്ട് ഫോർമുലാസ് ആണിത്. ഒന്ന് അതിൻ്റെ ലാപ്ലേസ് കാണാനുള്ള ഫോർമുലയും പിന്നെ അതേപോലെ തന്നെ ഇൻവേഴ്സ് കാണാനുള്ള ഫോർമുലയും. അതിനാണ് ഈ ഇക്വേഷൻ ബി ആയിട്ട് നമ്മൾ നെയിം ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇൻവേഴ്സിൻ്റെ കേസിൽ സാധാരണ നമ്മൾ ഈ ഫോർമുല വെച്ചിട്ടല്ല നമ്മൾ ഇൻവേഴ്സ് കണ്ടെത്തുക. നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ്സ് ഓൾറെഡി മാത്സിൽ പഠിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ഇൻവേഴ്സ് കണ്ടെത്തുക. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ കണ്ടെത്തുക. ഓക്കെ, ഇനി ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ വരുന്ന രണ്ട് വെറൈറ്റീസ് ആണ് പറയുന്നത്. ഒന്ന് ബൈലാറ്ററൽ ഓർ ടു സൈഡഡ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആൻഡ് സെക്കൻഡ് കേസസ് യൂണിലാറ്ററൽ ഓർ വൺ സൈഡഡ് ലാപ്ലേസ് ട്രാൻസ്ഫോം. നമ്മൾ മെയിൻ ആയിട്ട് ഡീൽ ചെയ്യുന്നത് യൂണിലാറ്ററൽ ഓർ വൺ സൈഡഡ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. ബൈലാറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി, അതായത് ലോവർ ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റി ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് കൈൻഡ് ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഇസ് കോൾഡ് ആസ് ബൈലാറ്ററൽ ഓർ ടു സൈഡഡ് ലാപ്ലേസ് ട്രാൻസ്ഫോം. അതായത് മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു ലാപ്ലേസ് ട്രാൻസ്ഫോം മെത്തേഡാണ് ബൈലാറ്ററൽ ഓർ ടു സൈഡഡ് ലാപ്ലേസ് ട്രാൻസ്ഫോം. അപ്പോൾ അത് നമുക്ക് സിസ്റ്റം ക്യാരക്ടറിസ്റ്റിക്സ് സച്ച് ആസ് സ്റ്റെബിലിറ്റി, കോസാലിറ്റി, ഫ്രീക്വൻസി റെസ്പോൺസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടാനായിട്ടാണ് നമ്മൾ മെയിനായിട്ട് അത് യൂസ് ചെയ്യുക. ഒരു പ്രാക്ടിക്കൽ കേസിൽ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനും അതേപോലെ തന്നെ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് യൂണിലാറ്ററൽ ഓർ വൺ സൈഡഡ് ലാപ്ലേസ് ട്രാൻസ്ഫോം. ഇതിലുള്ള ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലത്തെ ലോവർ ലിമിറ്റ് നമ്മൾ 0 ആയിട്ട് ചേഞ്ച് ചെയ്യും. ബൈലാറ്ററൽ കേസിൽ ലോവർ ലിമിറ്റ് വാസ് മൈനസ് ഇൻഫിനിറ്റി, ബട്ട് ഇൻ കേസ് ഓഫ് യൂണിലാറ്ററൽ the lower limit is 0. Hence 0 to infinity x of t e raised to minus st dt ആണ് യൂണിലാറ്ററൽ ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ ഇക്വേഷൻ നമുക്ക് വരും. And it is a convenient tool for solving differential equations with initial conditions and is most often used in solving practical problems. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു അത്. ഇനി വരുന്ന വേറൊരു കൺസെപ്റ്റ് ആണ് ROC, that is region of convergence. അത് നമ്മൾ ഏതൊക്കെ റീജിയനിലാണ് ഈ ഒരു പെർട്ടിക്കുലർ ട്രാൻസ്ഫോം കൺവേർജ് ചെയ്യുന്നത് എന്നുള്ളത് ഡിനോട്ട് ചെയ്യുന്ന ഒരു ഫാക്റ്റാണ്, അതായത് ROC. അപ്പോൾ ബൈലാറ്ററലും യൂണിലാറ്ററലും രണ്ടും ഈക്വൽ ആവണമെന്നുണ്ടെങ്കിൽ ക്ലിയർലി the bilateral and unilateral Laplace transforms are equivalent only if x of t is equal to 0 for t less than 0. അതായത് t less than 0 എന്നുള്ള കണ്ടീഷനിൽ, അതായത് t നെഗറ്റീവ് ആക്സിസിൽ x of t ഇല്ല എന്നുണ്ടെങ്കിൽ അതൊരു കോസൽ സിഗ്നലായി മാറും x of t. അപ്പോഴാണ് ബൈലാറ്ററലും യൂണിലാറ്ററൽ ലാപ്ലേസ് ട്രാൻസ്ഫോമുകളും ഈക്വൽ ആവുക. കാരണം എന്താണെന്ന് വെച്ചാൽ ടി ലെസ് ദാൻ 0-ൽ നമുക്ക് സിഗ്നൽ ഇല്ല. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 0 to infinity ഇട്ടാൽ മതി. ആ ഒരു കണ്ടീഷനിൽ മാത്രമാണ്, അതായത് കോസൽ സിഗ്നലിൽ മാത്രമാണ് ബൈലാറ്ററൽ ആസ് വെൽ ആസ് യൂണിലാറ്ററൽ ലാപ്ലേസ് ട്രാൻസ്ഫോംസ് ഈക്വൽ ആവുക. ആൻഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ടൈം ഡൊമെയിൻ സിഗ്നലിനെ നമ്മൾ എക്സ് ഓഫ് ടി എന്നും അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമിനെ നമ്മൾ എക്സ് ഓഫ് എസ് എന്നും റെപ്രസെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പെയറിനെ നമ്മൾ എക്സ് ഓഫ് ടി ലാപ്ലേസ് ട്രാൻസ്ഫോം പെയർ is given by x of s. അതായത് x of t യും x of s ഉം they form a Laplace transform pair. ഈ x of s ന്റെ ഇൻവേഴ്സ് എടുത്താൽ you will get x of t. x of t യുടെ Laplace transform എടുത്താൽ you will get x of s. ഇനി ഇവിടെ വരുന്ന വേറൊരു ഫാക്ടറാണ്, അതായത് നമ്മൾ ഫോർമുല എഴുതുമ്പോൾ ഉള്ള ഒരു ഫാക്ടറാണ് e raised to st എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാക്ടർ. e raised to st എന്ന് പറഞ്ഞ ഒരു കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ ആണ് വിത്ത് എ കോംപ്ലക്സ് ഫ്രീക്വൻസി j ഒമേഗ. സിഗ്മ പ്ലസ് j ഒമേഗ ആണ് ഈ എസിന്റെ
ഫുൾ ഫോം വരും. അതായത് എസ് ഇസ് ഈക്വൽ ടു സിഗ്മ പ്ലസ് ജെ ഒമേഗ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇ റേസ് ടു എസ് ടിയില് യു ക്യാൻ ഗിവ് ഇ റേസ് ടു എസിന് പകരം യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് സിഗ്മ പ്ലസ് ജെ ഒമേഗ ഇൻറ്റു ടി. ഇത് നമുക്ക് ബ്രാക്കറ്റിന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇത് ബിക്കംസ് ഇ റേസ് ടു സിഗ്മ ടി ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ ടി. നമുക്ക് യൂളേഴ്സ് ഫോർമുല വെച്ച് എഴുതാൻ പറ്റും. ഇ റേസ് ടു ജെ ഒമേഗ ടി എന്ന് പറഞ്ഞാൽ കോസ് ഒമേഗ ടി പ്ലസ് ജെ സൈൻ ഒമേഗ ടി ആണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് വി വിൽ സോൾവ് ഇറ്റ്. ഇ റേസ് ടു സിഗ്മ ടി ഇൻറ്റു കോസ് ഒമേഗ ടി പ്ലസ് ജെ ഇൻറ്റു ഇ റേസ് ടു സിഗ്മ ടി ഇൻറ്റു സൈൻ ഒമേഗ ടി. അതായത് ഇറ്റ് ഹാസ് ഗോട്ട് എ റിയൽ പാർട്ട് ആസ് വെൽ ആസ് എൻ ഇമാജിനറി പാർട്ട്. ഇങ്ങനെ നമുക്ക് രണ്ട് പോർഷൻ ആയിട്ട് സ്പ്ലിറ്റ് ആയിട്ട് കിട്ടും. അതായത് ഇ റേസ് ടു എസ് ടിയുടെ റിയൽ പാർട്ട് എന്ന് പറയുന്നതാണിത്, ഇ റേസ് ടു സിഗ്മ ടി ഇൻറ്റു കോസ് ഒമേഗ ടി. ഇ റേസ് ടു എസ് ടിയുടെ ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നതാണ് ഈ പോർഷൻ, ഇ റേസ് ടു സിഗ്മ ടി ഇൻറ്റു സൈൻ ഒമേഗ ടി. അതിലത്തെ സിഗ്മ എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ ഡാമ്പിംഗ് ഫാക്ടർ ആണ്, വിച്ച് ഇസ് ദ റിയൽ പാർട്ട് ഓഫ് എസ്. എസ്സിന് യു ഹാവ് ഗോട്ട് സിഗ്മ പ്ലസ് ജെ ഒമേഗ. അപ്പോൾ ഇതിനെ നമ്മൾ എക്സ്പോണൻഷ്യൽ ഡാമ്പിംഗ് ഫാക്ടർ എന്നാണ് പറയുന്നത്. അതായത് എത്രത്തോളം എമൗണ്ടിൽ നമ്മുടെ സിഗ്നൽ ഡാംപ്ഡ് ആവുന്നു. ഓക്കെ, അതിൻ്റെ ഒരു ഫാക്ടറിനെയാണ് നമ്മൾ സിഗ്മ എന്ന് പറയുന്നത്. ആൻഡ് ഒമേഗ ഇസ് നത്തിങ് ബട്ട് നമ്മുടെ ഒരു ഫ്രീക്വൻസി ഓഫ് കൊസൈൻ ആൻഡ് സൈൻ ഫാക്ടർ ആണ്. അതാണ് അതിൻ്റെ ഇമാജിനറി പാർട്ട് വരെ. ഓക്കെ, അപ്പോൾ നമ്മൾ സിഗ്മ നെഗറ്റീവായി എന്നുള്ളൊരു കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് പ്ലോട്ട് ചെയ്യാണ് ഇ റേസ് ടു എസ് ടിയുടെ റിയൽ പാർട്ടും ഇ റേസ് ടു എസ് ടിയുടെ ഇമാജിനറി പാർട്ടും. അതായത് ഇവിടെ നമ്മൾ എഴുതിയ രണ്ട് ഫോർമുല, ഈ റിയൽ പാർട്ട് ഓഫ് ഇ റേസ് ടു എസ് ടി എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു സിഗ്മ ടി ഇൻറ്റു കോസ് ഒമേഗ ടിയും ഇമാജിനറി പാർട്ട് ഓഫ് ഇ റേസ് ടു എസ് ടി എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു സിഗ്മ ടി ഇൻറ്റു സൈൻ ഒമേഗ ടി ആണ്. അപ്പോൾ ഇതിനെ രണ്ടിനെയും നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഗ്രാഫാണ് കിട്ടുക. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് എസ് ടി ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു എക്സ്പോണൻഷ്യലി ഡീക്കേയിങ് ആയിട്ടുള്ള ഒരു ഡാമ്പിംഗ് വന്നിട്ടുള്ളത്. ഇതെന്ന് പറയുന്നത് ഒന്ന് കോസും ഒന്ന് സൈനും ആണ്. റിയൽ പാർട്ടിൽ ഇറ്റ് ഇസ് കോസ് ആൻഡ് ഇമാജിനറി പാർട്ടിൽ ഇറ്റ് ഇസ് സൈൻ. ദാറ്റ് ഇസ് വൈ ഇവിടെ ഒരു ഫേസ് ഷിഫ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇവിടെ നമുക്കൊരു ഫേസ് ഷിഫ്റ്റ് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ ജസ്റ്റ് എ പ്ലോട്ട് ഓഫ് ഹൗ ഇസ് ദ റിയൽ പാർട്ട് ഓഫ് ഇ റേസ് ടു എസ് ടി ആൻഡ് ഹൗ ഇസ് ദി ഇമാജിനറി പാർട്ട് ഓഫ് ഇ റേസ് ടു എസ് ടി. ഓക്കെ, ദാറ്റ് ഇസ് വാട്ട് ഇസ് ബീങ് പ്ലോട്ടഡ് ഹിയർ. നെക്സ്റ്റ് ടോപ്പിക് ആണ് വാട്ട് ഇസ് റീജിയൻ ഓഫ് കൺവേർജൻസ് ഓർ ROC. Region of convergence, we start with the bilateral Laplace transform the formula. That is, bilateral Laplace transform of a signal x of t exists if x of s is equal to minus infinity to plus infinity x of t e raised to minus st dt is finite. ഇത് നമ്മുടെ ഡിറിച്ലെറ്റ്സ് കണ്ടീഷൻ പോലെ തന്നെ ഒരു കണ്ടീഷൻ ആണ്. അതായത് നമ്മൾ ഇവർ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് നമുക്കൊരു ഫൈനൈറ്റ് ആയിട്ട് കിട്ടണം. ഇനി നമുക്കറിയാം എസ് എന്ന് പറയുന്നത് എന്താണ്, സിഗ്മ പ്ലസ് ജെ ഒമേഗ ആണ്. വി ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് ഇൻ ദിസ് ഫോർമുല നമ്പർ 1. അപ്പോൾ നമുക്ക് എക്സ് ഓഫ് എസിനെ ഇങ്ങനെ കിട്ടും. അതായത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് എക്സ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഓഫ്, ഇവിടെ എസ് ആയിരുന്നു, എസിന് വരെ നമ്മൾ സിഗ്മ പ്ലസ് ജെ ഒമേഗ ടി എന്ന് കൊടുക്കും ഡി ടി. ഓക്കെ, ഇത് നമ്മളൊന്ന് അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എക്സ് ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ CTFT തന്നെയാണ്. നമ്മളത് ഓൾറെഡി നോക്കിയിട്ടുള്ള ഫോർമുലയാണ്. അപ്പോൾ ഇതിൽ എക്സ് ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് സിഗ്മ ടീനെ നമ്മൾ ഒരൊറ്റ ടേം ആയിട്ട് എഴുതും. പുറത്ത് നമ്മൾ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി എന്ന് എഴുതും. അപ്പോൾ ദിസ് ഇസ് ഇക്വാലൻ ടു വാട്ട്, ഈ എക്സ് ഓഫ് എസ് എന്ന് പറയുന്നത് ഫോറിയർ ട്രാൻസ്ഫോംഡ് വേർഷൻ ഓഫ് എക്സ് ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് സിഗ്മ ടി ആണ്. അതായത് ഇവിടെ മുന്നേ എക്സ് ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി എന്ന് പറയുന്നത് എക്സ് ഓഫ് ജെ ഒമേഗ ആയ CTFT ആണ് നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മളത് ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതും ആ ഇക്വേഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ദിസ് ഇസ് ആക്ച്വലി, അതായത് നമ്മുടെ ലാപ്ലേസ് ട്രാൻസ്ഫോംഡ് വേർഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആക്ച്വലി ദ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് സിഗ്മ ടി. അപ്പോൾ ഫോറിയർ ട്രാൻസ്ഫോമിന്റെ ഡിറിച്ലെറ്റ്സ് കണ്ടീഷൻ നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. ഹെൻസ് ഇക്വേഷൻ 2 ഇൻഡിക്കേറ്റ്സ് ദാറ്റ് എക്സ് ഓഫ് എസ് ഇസ് ബേസിക്കലി എ CTFT ഓഫ് ഈ ഉള്ളിലത്തെ സിഗ്നൽ, അതായത് എക്സ് ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് സിഗ്മ ടി. അപ്പം നെസസറി കണ്ടീഷൻ ഓഫ് കൺവേർജൻസ് ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉള്ളിലത്തെ സിഗ്നലായ എക്സ് ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് സിഗ്മ ടി ദാറ്റ് ഷുഡ് ബി അബ്സല്യൂട്ട്ലി ഇന്റഗ്രബിൾ. അതായത് വി മസ്റ്റ് ഹാവ് ഇന്റഗ്രൽ ഓവർ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി മോഡ് എക്സ് ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് സിഗ്മ ടി ഡി ടി ഷുഡ് ബി ലെസ് ദാൻ ഇൻഫിനിറ്റി. ഈ ഒരു കണ്ടീഷനാണ് നമ്മുടെ കൺവേർജൻസിന്റെ എസെൻഷ്യൽ കണ്ടീഷനായിട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ നമ്മൾ പറയും. അപ്പൊ ഏതൊക്കെ റേഞ്ച് ഓഫ് സിഗ്മയ്ക്കാണോ ലാപ്ലേസ് ട്രാൻസ്ഫോം കൺവേർജ് ചെയ്യുന്നത് ആ ഒരു റേഞ്ച് ഓഫ് സിഗ്മേനെയാണ് നമ്മൾ റീജിയൻ ഓഫ് കൺവേർജൻസ് എന്ന് പറയുക. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദി റീജിയൻ ഓഫ് കൺവേർജൻസ്. And again we are saying Laplace transform exists for signals that do not have a Fourier transform.
Even though x of t is not absolutely integrable by itself, by limiting to certain range of sigma, we may ensure that x of t into e raised to minus sigma t is absolutely integrable. കാരണം x of t മാത്രമേ നമ്മൾ ഫോറിയറിൽ എടുത്തിരുന്നത്, അത് അബ്സല്യൂട്ട്ലി ഇന്റഗ്രബിൾ ആവാത്ത കണ്ടീഷൻസ് ഫോറിയറിൽ ഉണ്ടാവും. അപ്പൊ അതാണ് ഫോറിയറിലുള്ള ലിമിറ്റേഷൻ. അപ്പൊ അങ്ങനെയുള്ള ഒരു ലിമിറ്റേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയൊരു ട്രാൻസ്ഫോം മെത്തേഡാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം. അപ്പൊ അതിൽ ഈ ഒരു ഇ റേസ് ടു മൈനസ് സിഗ്മ ടി എന്നുള്ള ഒരു ടേമും കൂടി ഇൻട്രൊഡ്യൂസ്ഡ് ആണ്. അപ്പൊ എക്സ് ഓഫ് ടി തനിയെ ഇന്റഗ്രബിൾ അല്ലെങ്കിൽ പോലും എക്സ് ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു സിഗ്മ ടി അബ്സല്യൂട്ട്ലി ഇന്റഗ്രബിൾ ആവും. അതുകൊണ്ട് ഏതൊക്കെ സിഗ്നലുകൾക്ക്, ചില സിഗ്നലുകൾക്ക് ഫോറിയർ ട്രാൻസ്ഫോം ഇല്ലെങ്കിലും ആ സിഗ്നലുകൾക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്, ബിക്കോസ് ഓഫ് ദി ഇൻട്രൊഡക്ഷൻ ഓഫ് ദിസ് ഇ റേസ് ടു മൈനസ് സിഗ്മ ടി. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതായത് എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ടി യു ഓഫ് ടി. അതിന് ഫോറിയർ ട്രാൻസ്ഫോം ഉണ്ടായിരുന്നില്ല, കാരണം ഇതെന്ന് പറയുന്നത് ഒരു എക്സ്പോണൻഷ്യലി ഇൻക്രീസിംഗ് സിഗ്നൽ ആണ്. അപ്പോൾ അതൊരു അബ്സല്യൂട്ട്ലി ഇന്റഗ്രബിൾ സിഗ്നലായി മാറി. അപ്പോൾ എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ടി യു ഓഫ് ടി എന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി ഇന്റഗ്രബിൾ അല്ല, ഹെൻസ് ഇറ്റ് ഡു നോട്ട് ഹാവ് എ ഫോറിയർ ട്രാൻസ്ഫോം. പക്ഷെ അതിന്റെ കൂടെ ഇ റേസ് ടു മൈനസ് സിഗ്മ ടി വന്നപ്പോൾ ദർ ഇസ് എ ചാൻസ് ഓഫ് ഇറ്റ് ഗെറ്റിംഗ് ബീങ് ഇന്റഗ്രബിൾ. അതായത് ഇ റേസ് ടു മൈനസ് സിഗ്മ ടി വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതെന്താവും, ഇ റേസ് ടു ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് സിഗ്മ ടി. ടീനെ പുറത്തേക്ക് എടുത്താൽ ഇത് 1 മൈനസ് സിഗ്മ ഇൻറ്റു യു ഓഫ് ടി. ഇറ്റ് ഇസ് അബ്സല്യൂട്ട്ലി ഇന്റഗ്രബിൾ ഇഫ് സിഗ്മ ഇസ് ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, സിഗ്മ ഗ്രേറ്റർ ദാൻ 1 ആവുന്ന കണ്ടീഷൻ. അപ്പൊ സിഗ്മ 2 കൊടുക്കാം. ഇതെന്ന് പറയുന്നത് എന്താവും, ഇ റേസ് ടു 2t ആവും. സോ ദർ ഇസ് എ ചാൻസ് ഓഫ് ഇറ്റ് ഗെറ്റിംഗ് absolutely integrable. Hence Laplace transform, which is the Fourier transform of x of t into e raised to minus sigma t, does exist. അതിന്റെ ഒരു എക്സാമ്പിൾ ജസ്റ്റ് കാണിച്ചിരിക്കുകയാണ്. ഇത് സാധാ എക്സ് ഓഫ് ടി ആയിരുന്ന കണ്ടീഷൻ, അതിനെ നമ്മൾ ഇ റേസ് ടു മൈനസ് സിഗ്മ ടി വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇത് സിഗ്മ ഗ്രേറ്റർ ദാൻ 1 ആണ്. ഇത് മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത്. ഈ രണ്ട് സിഗ്നലും കൂടി മൾട്ടിപ്ലൈഡ് ആവുമ്പോൾ നമ്മുടെ എക്സ് ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് സിഗ്മ ടി എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനത്തെ ഒരു സിഗ്നൽ ആവും. അപ്പൊ ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം ഇതൊരു അബ്സല്യൂട്ട്ലി ഇന്റഗ്രബിൾ ആയിട്ടുള്ള ഒരു സിഗ്നലാണ്. അതായത് ഇതിങ്ങനെ എക്സ്പോണൻഷ്യലി ഇൻക്രീസ് ചെയ്ത് പോവല്ല, ഇതൊരു എക്സ്പോണൻഷ്യലി ഡിക്രീസ് ചെയ്യുന്ന ഒരു സിഗ്നലായി മാറും. സോ ദാറ്റ് ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി ഇന്റഗ്രബിൾ. അതായത് ഇതിനൊരു ഫൈനൈറ്റ് ഏരിയ ഉണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അതാണ് ഫോറിയർ ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യാത്ത സിഗ്നലുകൾക്കും ലാപ്ലേസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യും എന്നുള്ളത് പറയുന്നത്. ഹെൻസ് ലാപ്ലേസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ഫോർ ദ സിഗ്നൽസ് ദാറ്റ് ഹാവ് no Fourier transform, which is considered as one of its major advantage. Okay. ഇനി കുറച്ച് ഫീച്ചേഴ്സ് ആണ്, അതായത് ഫീച്ചേഴ്സ് ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം. നമ്മൾ ഇതുവരെ പറഞ്ഞതിന് തന്നെ ഒന്ന് ജസ്റ്റ് സമ്മറൈസ് ചെയ്തിരിക്കുകയാണ്. അതായത് ഇറ്റ് ഹാസ് മെനി പ്രോപ്പർട്ടീസ് പാരലൽ ടു ദാറ്റ് ഓഫ് Fourier transform and it can be used to solve the differential equation relating to the input and output. The Laplace transform of impulse response, എച്ച് ഓഫ് ടി ആണ് ഇമ്പൾസ് റെസ്പോൺസ് ഉണ്ടെങ്കിൽ അതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമിനെ നമ്മൾ പറയുന്നത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്നാണ്. ഓക്കെ, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് സിഗ്മ ടി ആണ്. നമ്മൾ ഇതിന്റെ തൊട്ട് മുന്നത്തെ സെക്ഷനിൽ ഡീൽ ചെയ്തിരുന്നു. ആൻഡ് ഇറ്റ് ഹാസ് എ കൺവേർജൻസ് ഫാക്ടർ. നമ്മൾ സിഗ്മയുടെ എസിന്റെ ഒക്കെ ഒരു കേസ് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് മോർ ജനറൽ. ലാപ്ലേസ് ട്രാൻസ്ഫോം ഇസ് എ മോർ ജനറൽ കേസ്. സോ ഇറ്റ് ക്യാൻ ബി യൂസ് ടു അനലൈസ് ഈവൻ ആൻഡ് അൺസ്റ്റേബിൾ സിസ്റ്റം. And it is of two types, bilateral and unilateral. Bilateral എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ലോവർ ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റി വരും. യൂണിലാറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ലോവർ ലിമിറ്റ് 0 വരും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എസ് പ്ലെയിനിന്റെ ഒരു ജസ്റ്റ് ഒരു ഡിസ്ക്രിപ്ഷൻ ആണ്. അതായത് നമ്മൾ പറഞ്ഞു എസ് ഡൊമെയിൻ ആണ് ലാപ്ലേസ് ട്രാൻസ്ഫോം മൊത്തം. എസ് ഡൊമെയിനിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ഈ എസ് എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ഫ്രീക്വൻസി ആണ്. ആൻഡ് ഇറ്റ് ഇസ് റെപ്രസെന്റഡ് ഇൻ terms of a complex plane which is termed as S plane. ഈ S പ്ലെയിനിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. എസ് എന്ന് പറയുന്നത് നമുക്കറിയാം സിഗ്മ പ്ലസ് ജെ ഒമേഗ ആണ്. ഹൊറിസോണ്ടൽ ആക്സിസ് ഓഫ് എസ് പ്ലെയിനെ നമ്മൾ റിയൽ ആക്സിസ് എന്ന് പറയും. അതായത് സിഗ്മയാണ് ഹൊറിസോണ്ടൽ ആക്സിസിൽ വരിക. ഒരു എക്സ് വൈ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ് ആക്സിസ് വിൽ ബി സിഗ്മ, വൈ ആക്സിസ് അതായത് വെർട്ടിക്കൽ ആക്സിസ് എന്ന് പറയുന്നത് ജെ ഒമേഗ ആക്സ് ആയിരിക്കും. റിയൽ ആക്സിസിൽ ഇറ്റ് ഹാസ് റിയൽ പാർട്ട് ഓഫ് എസ് വിച്ച് ഇസ് ദി എക്സ്പോണൻഷ്യൽ ഡാമ്പിംഗ് ഫാക്ടർ സിഗ്മ. അപ്പൊ അവിടെ നമുക്ക് സിഗ്മയുടെ വാല്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ, ജെ 0 ആയിരിക്കും. അതായത് വൈ ആക്സിസ് വിൽ ബി 0. സോ ഹൊറിസോണ്ടൽ ആക്സിസിനെ വി ഡിനോട്ട് ബൈ എസ് ഇസ് ഈക്വൽ ടു സിഗ്മ പ്ലസ് ജെ 0. നമ്മൾ എങ്ങനെ എക്സിന് എക്സ് വൈ ആക്സിസ് പറയുന്നില്ലേ, അതേപോലെ എക്സ് ആക്സിസ് ഇസ് ഹിയർ സിഗ്മ ആൻഡ് വൈ ആക്സിസ് ഇസ് ഹിയർ ജെ ഒമേഗ. സെയിം വേ ഇവിടുത്തെ വെർട്ടിക്കൽ ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇമാജിനറി ആക്സിസ് ആണ്. ആൻഡ് ഇറ്റ് വിൽ കൺസിസ്റ്റ് ഓഫ് ഓൺലി ദ സിനുസോയിഡൽ ഫ്രീക്വൻസി ഒമേഗ. അപ്പൊ അവിടെ നമുക്ക് സിഗ്മ ടേം ഉണ്ടാവില്ല വെർട്ടിക്കൽ ആക്സിസിൽ. സോ എസ് ഇസ് ഈക്വൽ ടു 0 പ്ലസ് ജെ ഒമേഗ ആയിരിക്കും അവിടുത്തെ ഫോം. ഒറിജിനെ നമ്മൾ രണ്ട് ഭാഗത്തും, അതായത് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും രണ്ടും 0 ആകുമ്പോൾ ഇറ്റ് റെപ്രസെന്റ്സ് ദി ഒറിജിൻ.
ഇതിൽ എസ് പ്ലെയിനെ ഡിവൈഡ് ചെയ്യുന്ന ആക്സസ് എന്ന് പറയുന്നത് ജെ ഒമേഗ ആക്സസ് ആണ്. ജെ ഒമേഗ ആക്സസ് വെച്ചിട്ടാണ് എസ് പ്ലെയിൻ ഡിവൈഡഡ് ആവുക. അതിന്റെ ലെഫ്റ്റ് ഹാഫിൽ വരുന്നതിനെ നമ്മൾ ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിൻ എന്ന് പറയും. റൈറ്റ് ഹാഫ് ഓഫ് ജെ ഒമേഗ ആക്സസിനെ നമ്മൾ റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിൻ എന്ന് പറയും. ഓക്കെ, ഈ ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിൽ റിയൽ പാർട്ട്, അതായത് സിഗ്മയുടെ വാല്യൂ നെഗറ്റീവ് ആണ്. റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിൽ സിഗ്മയുടെ വാല്യൂ പോസിറ്റീവ് ആണ്. അതൊക്കെ ബേസിക് നമ്മളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ നമ്മൾ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി എക്സ് ഓഫ് ടി ഇസ് അബ്സല്യൂട്ട്ലി ഇന്റഗ്രബിൾ, then we may obtain Fourier transform from the Laplace transform by setting sigma is equal to 0. അതായത് എക്സ് ഓഫ് ജെ ഒമേഗ is equal to എക്സ് ഓഫ് എസ് കിട്ടണമെന്നുണ്ടെങ്കിൽ just by setting sigma is equal to 0 we will get this particular relation. Okay. നെക്സ്റ്റ് ഒരു കൺസെപ്റ്റ് ആണ് പോൾസ് ആൻഡ് സീറോസ്. അതായത് ഇങ്ങനെയാണ് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് ഉണ്ടാവുക. എൻ ഓഫ് എസ് ബൈ ഡി ഓഫ് എസ്. എൻ ഓഫ് എസ് എന്ന് പറയുന്നത് ന്യൂമറേറ്റർ പോളിനോമിയൽ, ഡി ഓഫ് എസ് എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ പോളിനോമിയൽ. അപ്പൊ എൻ ഓഫ് എസിന്റെ ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സീറോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സീറോസ് ഓഫ് എക്സ് ഓഫ് എസ് ആർ ദ വാല്യൂസ് ഓഫ് എസ് ഫോർ വിച്ച് ദ ട്രാൻസ്ഫോം ഇസ് 0. ദേ ആർ ഫൗണ്ട് ബൈ സെറ്റിംഗ് ന്യൂമറേറ്റർ ഇസ് ഈക്വൽ ടു 0 ആൻഡ് സോൾവിംഗ് ദ റിസൾട്ടിംഗ് ഇക്വേഷൻ. ഈ ന്യൂമറേറ്റർ പോർഷൻ എൻ ഓഫ് എസ് 0 ആയിട്ട് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂസിനെയാണ് നമ്മൾ സീറോസ് എന്ന് പറയും. ഓക്കെ, സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂസിനെയാണ് നമ്മൾ സീറോസ് എന്ന് പറയാം. അതിനെ ജസ്റ്റ് കാണിച്ചിരിക്കുകയാണ് എങ്ങനെയാണ്. അതായത് ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ ബി എം എസ് റേസ് ടു എം പ്ലസ് ബി എം എൻ മൈനസ് 1 എസ് റേസ് ടു എം മൈനസ് 1. അതിനെ നമ്മൾ 0 ആയിട്ട് സെറ്റ് ചെയ്താൽ വി വിൽ ഗെറ്റ് എ ഫാക്ടറൈസ്ഡ് ഫോം ലൈക്ക് ദിസ്. ഇതിൽ സെഡ് കെനെയാണ് നമ്മൾ, സെഡ് കെ ആർ ദി റൂട്ട്സ് ഓഫ് എൻ ഓഫ് എസ് ആൻഡ് ദേ ആർ കോൾഡ് ദി സീറോസ് ഓഫ് എക്സ് ഓഫ് എസ്. അപ്പൊ ഈ സീറോസിനെ നമ്മൾ എസ് പ്ലെയിനിൽ ഈ 0 എന്ന് പറഞ്ഞിട്ടുള്ള സിമ്പിൾ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ഇനി ഡിനോമിനേറ്റർ പോളിനോമിയലിനെ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. എസ് റേസ് ടു എൻ പ്ലസ് എ എൻ മൈനസ് 1 എസ് റേസ് ടു എൻ മൈനസ് 1 വിത്ത് ഡിഗ്രി. ഇവരുടെ ഡിഗ്രി എന്ന് പറയുന്നത് എൻ ആണ്. ഈ എന്നിനെ നമ്മൾ ഓർഡർ എന്നും റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, പാരാമീറ്റർ എൻ ഇസ് ഓൾസോ കോൾഡ് ആസ് ദി ഓർഡർ ഓഫ് എക്സ് ഓഫ് എസ്. ഇനി പോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ദി വാല്യൂസ് ഓഫ് എസ് ഫോർ വിച്ച് ട്രാൻസ്ഫോം ഇസ് ഇൻഫൈനൈറ്റ്. അതായത് ഡിനോമിനേറ്റർ എപ്പോൾ 0 ആവുന്നു, ഡിനോമിനേറ്ററിൽ 0 വന്നു കഴിഞ്ഞാൽ ട്രാൻസ്ഫോമിന്റെ വാല്യൂ ഇൻഫൈനൈറ്റ് ആയി മാറും. അപ്പൊ പോൾസ് ആർ ഫൗണ്ട് ബൈ സെറ്റിംഗ് ഡിനോമിനേറ്റർ പോളിനോമിയൽ ഈക്വൽ ടു 0 ആൻഡ് സോൾവിംഗ് ദി റിസൾട്ടിംഗ് ഇക്വേഷൻ. ദാറ്റ് ഇസ് ഡിനോമിനേറ്റർ പോളിനോമിയൽ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ 0 ആയിട്ട് സെറ്റ് ചെയ്താൽ ഫുൾ ട്രാൻസ്ഫോമിന്റെ വാല്യൂ 1/0 ഫോം ആവും. അപ്പൊ അത് ഇൻഫിനിറ്റി ആവും. അപ്പോൾ ദിസ് ക്യാൻ ബി ഫാക്ടറൈസ്ഡ് ആസ് ലൈക്ക് ദിസ് എസ് മൈനസ് പി കെ. ഈ പി കെനെയാണ് നമ്മൾ പോൾസ് ഓഫ് എക്സ് ഓഫ് എസ് എന്ന് പറയുക. ആൻഡ് ദേ ആർ റെപ്രസെന്റഡ് ഇൻ എസ് പ്ലെയിൻ ആസ് ഒരു ക്രോസ് സിമ്പിൾ. സീറോസിനെ നമ്മൾ 0 എന്ന് പറഞ്ഞിട്ടുള്ള സിമ്പിൾ വെച്ച് റെപ്രസെന്റ് ചെയ്യും. പോൾസിനെ നമ്മൾ ക്രോസ് എന്ന് പറഞ്ഞിട്ടുള്ള സിമ്പിൾ വെച്ച് റെപ്രസെന്റ് ചെയ്യും. അപ്പൊ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതാണ് ഒരു എസ് പ്ലെയിൻ വരിക. എസ് പ്ലെയിനിന്റെ റിയൽ ആക്സസ് ആണ് ഇത് സിഗ്മ. ദിസ് ഇസ് ദി ഇമാജിനറി ആക്സസ് ജെ ഒമേഗ. ഇവിടെ കുറച്ച് പോൾസും കുറച്ച് സീറോസും ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സീറോസ് ഡിപ്പിക്റ്റഡ് അറ്റ് എസ് ഇസ് ഈക്വൽ ടു -1 ആൻഡ് എസ് ഇസ് ഈക്വൽ ടു -4 പ്ലസ് ഓർ -2g. അതായത് സീറോസും ഇവിടെ കാണാൻ പറ്റും. സീറോസ് ഇവിടെ നമുക്ക് 0 എന്നുള്ള സിമ്പിൾ വെച്ചാണ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. -1 ഉണ്ട്, അതേപോലെ തന്നെ -4 പ്ലസ് 2j -4 -2j സെയിം വേ പോൾസ് നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് അറ്റ് -3ഉം പിന്നെ അതേപോലെ തന്നെ ഇവിടെ പോൾസ് നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് 2 പ്ലസ് ഓർ -3j എസ് ഇസ് ഈക്വൽ ടു 4ലാണ്. അത് എസ് ഇസ് ഈക്വൽ ടു 4 2 plus 3j, this is 2 minus 3j. So this is how you represent a pole and this is how you represent a zero. Zeros and poles നമ്മളുടെ സിസ്റ്റത്തിന്റെ അനാലിസിസിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പാരാമീറ്റേഴ്സ് ആണ്. ഓക്കെ, ആൻഡ് ഫൈനലി വാട്ട് ഈസ് എ യൂണിലാറ്ററൽ ലാപ്ലേസ് ട്രാൻസ്ഫോം? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അതായത് എപ്പോഴാണോ ഇതിന്റെ ലോവർ ലിമിറ്റ്, ഇക്വേഷന്റെ ലോവർ ലിമിറ്റ് 0 ആവുന്ന ആ ടൈപ്പ് ലാപ്ലേസ് ട്രാൻസ്ഫോമിനെയാണ് നമ്മൾ യൂണിലാറ്ററൽ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുക. സോ this of the form x of s is equal to 0 to infinity x of t e raised to minus st dt, where s is given the value sigma plus j omega into t. Again നമ്മൾ നേരത്തെ എഴുതിയ ഫോറിയർ ട്രാൻസ്ഫോം ഫോമിൽ തന്നെ എഴുതും x of t into e raised to minus sigma t into e raised to minus j omega t dt. നമുക്കറിയാം ഇതിന്റെ മോഡുലസ് വാല്യൂ എന്ന് പറഞ്ഞാൽ e raised to minus j omega t ന്റെ മോഡുലസ് വാല്യൂ is 1 because യൂളേഴ്സ് ഫോർമുല വെച്ച് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ cos omega t plus j sin omega t ആണ്. root of cos square omega t plus sin square omega t, that will give you the value 1. അപ്പോൾ ഇന്റഗ്രൽ കൺവേർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഉള്ളിലത്തെ വാല്യൂ, അതായത് ഇന്റഗ്രൽ ഓവർ 0 to infinity x of t raised to minus sigma t dt should be less than infinity. ഇത് തന്നെയാണ് നമ്മൾ റീജിയൻ ഓഫ് കൺവേർജൻസ് എന്നുള്ള ടോപ്പിക്കിലും പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പോൾ that is all about
a brief introduction about Laplace transform. We have just seen what is Laplace transform. എന്തൊക്കെയാണ് അതിൻ്റെ ടൈപ്സ്, യൂണിലാറ്ററലും ബൈലാറ്ററലും, റീജിയൻ ഓഫ് കൺവേർജൻസിൻ്റെ കൺസെപ്റ്റ്, എസ് പ്ലെയിനിൻ്റെ കോൺസെപ്റ്റ്, അതേപോലെ തന്നെ പോൾസ് ആൻഡ് സീറോസിൻ്റെ കോൺസെപ്റ്റ്. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു.